നമസ്കാരം, ഞാൻ ഡോക്ടർ മാത്യു ഡൊമിനിക്, കൺസൾട്ടന്റ് ENT സർജൻ, എറണാകുളം. ഉമിനീർ ഗ്രന്ഥികളെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ആദ്യ ഭാഗത്തിൽ ഉമിനീർ ഗ്രന്ഥികൾ എന്താണെന്നും അതിലുണ്ടാകുന്ന അസുഖങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു. ഇനി ഇതിന്റെ ചികിത്സാ രീതികളെ പറ്റിയാണ് പറയുന്നത്. ഒന്നാമതായി സലൈവറി ഗ്ലാൻഡുകൾ, പ്രത്യേകിച്ച് പരോട്ടിഡ് ഗ്ലാൻഡിലും സബ് മാൻഡിബുലർ സലൈവറി ഗ്ലാൻഡിലും ഉണ്ടാകുന്ന കല്ലുകളെ പറ്റി. ഇത് വളരെ ചെറിയ കല്ലുകളായിട്ട് വന്ന് വലുതായിട്ട് വന്ന് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ ഇത് ഉണ്ടാകാനുള്ള ഒരു പ്രധാന റീസൺ ഈ ഉണ്ടാകുന്ന ഉമിനീരിലുള്ള കട്ടി കൂടുമ്പോഴാണ് കല്ലുകൾ വരുന്നത്. ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഉമിനീർ ഗ്രന്ഥികളിൽ വരുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക. നല്ലതായിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ ഉമിനീരിൻ്റെ കട്ടി കുറയും, അതിൻ്റെ ഒഴുക്ക് നല്ലതായിട്ട് ഉണ്ടാകുകയും അതിലുണ്ടാകുന്ന കല്ലുകൾ വരാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. പിന്നീട് കല്ലുകൾ വലുതായി ബ്ലോക്ക് വന്നു കഴിയുകയാണെങ്കിൽ ആദ്യമായിട്ട് അതിൻ്റെ അകത്ത് ബ്ലോക്ക് വരുമ്പോഴത്തേനും കെട്ടിക്കിടക്കുന്ന ഉമിനീരിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് വന്ന് കൺട്രോൾ ചെയ്ത് ആണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. കല്ലിൻ്റെ പ്രധാനമായിട്ടുള്ള ഡെഫിനിറ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആ കല്ല് എടുത്തു കളയുക എന്നുള്ളതാണ്. പല പല രീതികളുണ്ടത്. സബ് മാൻഡിബുലർ സലൈവറി ഗ്ലാൻഡിനകത്ത് വരുന്ന കല്ലുകൾ ഓപ്പറേഷൻ ചെയ്ത് അത് എടുത്തു കളയും. പലപ്പോഴും വലിയതായിട്ട് കല്ല് വന്ന് വളരെയധികം ബ്ലോക്ക് ഉണ്ടാകുകയാണെങ്കിൽ ആ സലൈവറി ഗ്ലാൻഡ് തന്നെ എടുത്തു കളയുകയാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ കല്ലുകൾ ഉണ്ടാകുകയാണെങ്കിൽ ഇപ്പോഴുള്ള പുതിയ ചികിത്സാ രീതി സയൽ എൻഡോസ്കോപ്പി എന്നുള്ളതാണ്. ഈ ട്യൂബിലുള്ള ചെറിയ എൻഡോസ്കോപ്പി ഇട്ട് ഈ കല്ലുകൾ എടുത്ത് നീക്കം ചെയ്യും. ഉമിനീർ ഗ്രന്ഥികളിൽ വരുന്ന ഒരു പ്രധാന അസുഖമാണ് ട്യൂമറുകൾ. അതിനെപ്പറ്റി അടുത്ത ഭാഗത്തിൽ ഞാൻ വിവരിക്കുന്നതായിരിക്കും. നമസ്കാരം.